Welcome to MrUnbox and Travel. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 30,000 രൂപയിൽ താഴെ ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. എസ്പെഷ്യലി സ്പെക് വൈസ് നമുക്ക് ഒരു കിങ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. Poco F4 5G. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതേ സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ ഇതിലും മികച്ച സ്പെസിഫിക്കേഷനുള്ള മറ്റ് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി 2022 ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കമൻറ്റിൽ ഒന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള മൊബൈൽ അൺബോക്സിംഗ് അതുപോലെ തന്നെ ഗാഡ്ജറ്റ് അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു Poco F4 5Gയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനൊപ്പം ലഭിക്കുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ഉണ്ട്, അത് തന്നെ ക്യാമറ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു കേസാണ് വരുന്നത്. പിന്നീടുള്ളത് 67 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്, അതിൽ തന്നെ Type A to Type C ചാർജിങ് കേബിൾ ആണ് വരുന്നത്. പിന്നെ ഇതിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ Type C to 3.5mm ഒരു കൺവേർട്ടർ ഉണ്ട്, സിം ഇജക്ടർ ടൂള്. പിന്നെയുള്ളത് നമ്മുടെ ഫോണായിട്ടുള്ള Poco F4 5G. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് നെബ്യൂല ഗ്രീൻ ആണ്, ഇതുകൂടാതെ തന്നെ നൈറ്റ് ബ്ലാക്ക്, മൂൺലൈറ്റ് സിൽവർ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷ് ആണ് വരുന്നതെങ്കിലും സ്മഡ്ജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ഫ്രെയിമും വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പോക്കോയുടെ ഒരു എംബ്ലോം 5Gയുടെ ഒരു എംബ്ലോം കാണാം. ക്യാമറ മൊഡ്യൂൾ നമ്മൾ പൊതുവേ പോക്കോ ഫോണുകളിൽ കാണുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ്. എസ്പെഷ്യലി 2 ലെയർ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ക്യാമറയുടെ ഭാഗത്ത് അല്പം ബൾജായിട്ട് നിൽക്കുന്നു കാണാം. 7.7mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്, 195 ഗ്രാം ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള പോക്കോ ഫോണുകളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ക്യാമറ, വളരെ ചെറിയ രീതിയിലുള്ള ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സെക്കൻഡറി സ്പീക്കറും IR ബ്ലാസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്തായിട്ട് നമുക്ക് സിം ട്രേ വരുന്നുണ്ട്, അതിൽ തന്നെ ഡ്യുവൽ നാനോ സിം കാർഡാണ്. മെമ്മറി കാർഡ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നീടുള്ളത് ഇന്റേണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, എക്സ്റ്റേണൽ സ്പീക്കർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 6.67 ഇഞ്ചിന്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ്, 360 Hz ആണ് ഇതിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 395 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. അതുപോലെ തന്നെ 1300 നിറ്റ്സ് ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ട് ഉണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും കളേഴ്സിലൊന്നും ചേഞ്ചസ് ഇല്ലാത്ത വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു Poco F4 5Gയിൽ കാണാൻ പറ്റുക. ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൃദയം എന്ന് പറയാൻ പറ്റുന്നത് അതിന്റെ ഒരു ഹാർഡ്വെയർ തന്നെയാണ്. അപ്പോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ സിസ്റ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു Poco F4 5Gയിൽ കാണാൻ സാധിക്കുക. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള Poco F3യിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു F4ലും വന്നിരിക്കുന്നത്. Qualcomm Snapdragon 870 5G ചിപ്സെറ്റ് ആണ്. 7nm ആണ് ഇതിന്റെ ചിപ്സ് സൈസ്. ഒക്ടാ കോറിൽ 3.2 GHz ആണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ചിപ്സെറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു 870 എന്ന് പറയുന്നത്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത വളരെ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. അതുപോലെ തന്നെ Adreno 650 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. ഇപ്പോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റും GPUവും തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും വളരെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു ഗ്ലോബൽ വേർഷൻ അവൈലബിൾ ആകുന്നത്. 6GB റാമിൽ 128ഉം 8GB റാമിൽ 256ഉം. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ്. അതുപോലെ തന്നെ LPDDR5 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റാം ടൈപ്പ് എന്ന് പറയുന്നത്. ഓവറോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹാർഡ്വെയർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് കാണാൻ പറ്റുക. 12 5G ബാൻഡ് ആണ് ഗ്ലോബൽ വേർഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്യുവൽ 4G LTE ആണ്. വൈഫൈയുടെ 6 ആണ് വേർഷൻ വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 ആണ് വരുന്നത്. IR ബ്ലാസ്റ്ററും അതുപോലെ തന്നെ NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യം എടുത്താൽ Android 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. MIUI വേർഷൻ വരുന്നത് 13.0.4 ആണ്.
2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ആൻഡ്രോയിഡ് 13ഉം 14ഉം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാവും. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്താൽ ആഡ്വേഴ്സും ബ്ലോട്ട്വേഴ്സും ഉൾപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അതിൽ തന്നെ ചില ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചിലത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എനിവേ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഡീസൻറ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ മറ്റു ചിലർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ MIUIയുടെ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ഇഷ്യൂസും ബഗ്സും കാര്യങ്ങളൊക്കെ കാണുന്നതെന്നാണ്. അപ്പോൾ അതിന് എനിക്ക് 2 തരത്തിലാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ഗ്ലോബൽ വേർഷനും ഇന്ത്യൻ വേർഷനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇന്ത്യൻ വേരിയന്റിലാണ് പൊതുവെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്ര മികച്ചതല്ലാത്ത നമുക്ക് തോന്നിയിട്ടുള്ളത്. അതേസമയം തന്നെ ഗ്ലോബൽ വേരിയൻറ്റ് സ്മാർട്ട് ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് എപ്പോഴും കാണാനും സാധിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ഇറങ്ങുന്ന ഈ ഒരു Poco F4 ഗ്ലോബൽ വേർഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു Poco F4 5Gയിൽ ആസ്വദിക്കാൻ സാധിക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒരു സൂപ്പർ ഫാസ്റ്റ് എന്നുള്ള ഫീൽ നമുക്ക് ഫിംഗർ ലോക്കിൽ കാണാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ ഫേസ് ലോക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുമുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. ബാറ്ററിയുടെ കാര്യം എടുത്താൽ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 67 വാട്ടിന്റെ ചാർജർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒപ്പം ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 38 മിനിറ്റ് എന്നാണ് കമ്പനി പറയുന്നതെങ്കിലും 40 to 42 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ഫുൾ ചെയ്യാൻ സാധിക്കും. എൻ്റെ ഒരു 4 ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഇതിൽ ലഭിച്ചിട്ടുള്ളത്. 4500 mAh ആണ്, അതുകൊണ്ട് തന്നെ താരതമ്യേന കുറവാണ് എന്നുള്ളൊരു ഫീൽ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഗെയിമിംഗ് എക്സ്പീരിയൻസിന്റെ കാര്യം എടുത്താൽ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് നമ്മൾ ഇതിൽ കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഗ്രാഫിക്സ് ക്വാളിറ്റി വെരി ഹൈയിലും ഫ്രെയിം റേറ്റ് മാക്സിമത്തിലാണ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുക. 45 മിനിറ്റോളമാണ് നമ്മൾ ഇതിൽ ഗെയിം കളിച്ചത്. ഈ ഒരു 45 മിനിറ്റിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യം. കാരണം ഹീറ്റിംഗ് ഇഷ്യൂ പോലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ലിക്വിഡ് കൂൾ ടെക്നോളജി 2.0 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ചെറിയ രീതിയിൽ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളോ വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് അത് കൂളാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രെയിം റേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് ഇഷ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാഫിക്സ് ഇഷ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ PUBG, BGMI അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ ആസ്ഫാൾട്ട് തുടങ്ങിയിട്ടുള്ള ഗെയിമൊക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു Poco F4 5Gയിൽ ആസ്വദിക്കാൻ സാധിക്കുക. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 64 മെഗാ പിക്സലിന്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ് വരുന്നത്. 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസ് ആണ് വരുന്നത്. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ലഭിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളാണ് മിക്ക സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഡൈലൈറ്റ് പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് മിക്ക ഫോട്ടോസിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ഒപ്പീനിയൻ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലുള്ള അത്യാവശ്യം എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് മിക്ക ഫോട്ടോസിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ലതാണ്, പോർട്രേറ്റ് ഫോട്ടോസ് നല്ലതാണ്. അതേപോലെ തന്നെ മാക്രോയുടെ കാര്യം എടുത്താൽ നമുക്കറിയാം 2 മെഗാ പിക്സൽ മാക്രോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മറ്റ് സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നൈറ്റ് പെർഫോമൻസിന്റെ കാര്യം എടുത്താൽ നമുക്കൊരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 20 മെഗാ പിക്സലിന്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. f2.45 ആണ് അതിന്റെ അപ്പാച്ചർ വരുന്നത്. സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും മിക്ക സെനേറിയോസിലും നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് HDR പെർഫോമൻസ് ആണെങ്കിലും ഡേലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ തന്നെ പോർട്രേറ്റ് പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ചില ഫോട്ടോസിലൊക്കെ നമുക്ക് ഒരു ഇത്തിരി സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നൈറ്റ് പെർഫോമൻസിന്റെ കാര്യം എടുത്താലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നൈറ്റ് പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക.
റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട് അതുപോലെ കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് കാണുന്നത് അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഉച്ച സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എങ്കിലും ഫേസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്ന കാണുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും കാണുന്നുണ്ട് എനിവേ ഈ ഒരു വീഡിയോയുടെ വിഷ്വൽ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എനിക്ക് ഓവറോൾ ഈ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു പോക്കോ F4 5Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് ഇത് ഗ്ലോബൽ വേർഷൻ ആണ് ഇവിടെ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ 2 മെമ്മറി വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് 6GB റാമിൽ 128ന് 1499 ഖത്തറിയാൽ ഏകദേശം ഇന്ത്യയുടെ 30,000 രൂപയും 8GB റാമിൽ 256GBക്ക് 1599 ഖത്തറിയാൽ ഏകദേശം ഇന്ത്യയുടെ 32,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് അതേസമയം തന്നെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 3 വേരിയൻ്റ് ആണ് വരുന്നത് 6GB റാമിൽ 128ഉം 8GB റാമിൽ 128ഉം 12GB റാമിൽ 256GB ആണ് മെമ്മറി വേരിയൻ്റ് വരുന്നത് പ്രൈസ് എനിവേ നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഇന്ത്യൻ വേരിയൻ്റെ പ്രൈസ് ഞാൻ കൊടുക്കുന്നതാണ് ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 4 ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഹാർഡ്വെയർ ഉൾപ്പെടുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി ഈ ഒരു 1500-1600 റിയാൽ ഖത്തർ റിയാലാണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് കാരണം മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്കിതിൽ കാണാം അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും നല്ലതാണ് ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലതാണ് പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് സൂപ്പർബാണ് ഗെയിമേഴ്സ് ആണെങ്കിലൊക്കെ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഓവറോൾ പെർഫോമൻസ് നല്ലതാണ് ക്യാമറ പെർഫോമൻസും അത്യാവശ്യം നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതാണ് നിങ്ങളുടെ പ്രൈസ് ബജറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു പോക്കോ F4 5G